എൻ്റെ അപ്പനും അമ്മയുമാണ്. മൈ സൂപ്പർ ഹീറോസ് ആർ മൈ പേരൻസ്. എൻ്റെ എല്ലാം അവരാണ്. എന്നെ വളർത്തി വലുതാക്കിയത് അവരാണ്. കളിപ്പാട്ടങ്ങളെക്കാട്ടി കൂടുതൽ പുസ്തകങ്ങൾ മേടിച്ചു തന്ന അപ്പൻ, കുഞ്ഞുനാളിൽ വായനാശീലം വളർത്താൻ വേണ്ടി ബാലരമ മേടിച്ചു തന്ന അപ്പൻ. കളിപ്പാട്ടങ്ങളില്ലായിരുന്നപ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷേ ടുഡേ ഐ ആം വെരി ഹാപ്പി ബിക്കോസ് I have a beautiful habit of reading. That's because of my father. Because of his calculation, I have never wasted a single rupee. If I have to go by bus or train, I do. If I can walk, I walk. Because he is my model, he is my example. Then, അപ്പൻ എന്നോട് സെമിനാരിൽ ചേരുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബി എ ഹ്യൂമൻ ബീങ്, ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്ന്. സോ till now I tried my level best. Now I tried my level best. And my ordination motto is to be conformed to the image of his son, the perfect human being, the perfect divine being Jesus. യേശുവിൻ്റെ സാദൃശ്യത്തിൽ, ആ മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീരുവാനുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ മാർഗദൈവമായ എൻ്റെ അപ്പനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് എന്താ പറയാൻ? ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഷി വാസ് വെരി ബിസി, ഭയങ്കര ബിസി ആയിട്ടുള്ള അമ്മയാണ്. ജോലി ചെയ്യുമ്പോൾ സമയത്ത് പോലും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് സംസാരിക്കും. ചില സമയത്ത് ഞാൻ തിരക്കുണ്ട്, ഞാൻ പറയും ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ അമ്മ എത്ര തിരക്കുണ്ടെങ്കിലും എന്നോട് സംസാരിക്കും. നല്ല ഒരു കഷണം മീനുണ്ടെങ്കിൽ അമ്മ കഴിക്കുകയല്ല, അത് എനിക്ക് തരും. അല്ലെ എൻ്റെ പെങ്ങൾക്ക് കൊടുക്കും, അപ്പനും കൊടുക്കും. നല്ലതൊന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഡ്രസ്സിട്ട് നടക്കുകയല്ല ചില സമയത്ത്. So, my mother told one thing when I joined the seminary, that is this: മോനെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും നീ ചെയ്യരുത്. വേറെ എന്ത് ഉപദേശം തരാനാണ്? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും നീ ചെയ്യരുത്. I tried my level best. Thank you, അമ്മ. I love you, both of you. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവൾ കടന്നുപോയ സങ്കടക്കടലിൻ്റെ ആഴം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഒരു കൈയിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. ബട്ട് ഐ പ്രേഡ് ഫോർ യു ആൻഡ് ഐ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ഓഫ് യു. ഞാൻ സെമിനാരിൽ പോയി കഴിഞ്ഞപ്പം ആരോടോ ഇവൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അച്ചാച്ചൻ സെമിനാരിൽ പോയപ്പം 22 വയസ്സ് മാത്രമുള്ള എനിക്ക് പെട്ടെന്ന് മുതിർന്ന ഒരു കുട്ടിയാവേണ്ടി വന്നു. I have to take the responsibility of my family. So, എനിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചതിന് ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷേ ദൈവം at this moment is gifting us with Joseph. I thank you. So, hold tight. Okay, stay together. Okay, so let us enjoy the fruit. Let us all of us together enjoy the fruit of your family, your love. ഓക്കെ, ഞാനുണ്ട്, നിങ്ങൾ പൊക്കോ. നിങ്ങളുടെ പുറകിൽ എൻ്റെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ എല്ലാമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. പൗരോഹിത്യത്തിലേക്ക് ഞാൻ പുരോഹിതനായി. പക്ഷേ ഐ ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ ആം എ സെലേഷ്യൻ പ്രീസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഐ ഹാവ് ടു കൺഫേം ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. പ്രിയമുള്ളവരെ, അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിലായിത്തീരുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സ്വരമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്. വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കേൾക്കാൻ ശ്രമിക്കും, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. എൻ്റെ ജീവിത സായാഹ്നത്തിൽ ഞാൻ ക്രിസ്തുവായി, പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായി നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആ വാക്ക് കേൾക്കുവാൻ എനിക്ക് ഇടയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം. ഒരിക്കലെ ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഗാനം ഇങ്ങനെ പാടി. ആ പാട്ടെൻ്റെ മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് തമ്പുരാനോട് നന്ദി പറയാനൊക്കത്തില്ല, ഈ പാട്ട് മാത്രമേ ഉള്ളൂ എന്ന്.
സ്വരമൊന്നും നല്ലതല്ല, ഇച്ചിരിയൊക്കെ കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. നീ തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെന്നെ തിരുവുള്ളം പോൽ നീ മാറ്റിടേണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെന്നെ തിരുവുള്ളം പോൽ നീ മാറ്റിടേണമേ. സ്വീകരിക്കണമേ നാഥ, സ്വീകരിക്കണമേ എന്നെ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 116, 12, 13 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ മെൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. വൈദികൻ കാസ കൈകളിലേന്തി ഇപ്രകാരം പ്രാർത്ഥിക്കും: എനിക്ക് ചെയ്തിട്ടുള്ള സകല ഉപകാരങ്ങൾക്കും പകരമായി കർത്താവിന് ഞാൻ എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രമെടുത്ത് കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സകല ജനത്തിനു മുൻപാകെ കർത്താവിന് എൻ്റെ നേർച്ചകൾ ഞാൻ അർപ്പിക്കും. നാഥ, എല്ലാം നിൻ്റെ ദാനമാണ് എന്ന് ഞാൻ അറിയുന്നു. നിൻ്റെ വലിയ കരുണ, നിൻ്റെ വലിയ കാരുണ്യം, നിൻ്റെ ഔദാര്യം, യോഗ്യതകളൊന്നുമില്ല, നിൻ്റെ കരുണ എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. രക്ഷയുടെ കാസായേന്തി നിലവിളിക്കാനല്ലാതെ എനിക്ക് എന്തിന് കഴിയും? നന്ദി. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, റമ്പാച്ചന്മാരെ, കോറോപ്പെസ്കോപ്പ അച്ഛന്മാരെ, ഗുരുഭൂതരെ, സഹസന്യാസികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞ് മക്കളെ, നിങ്ങളേവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അഭിവന്ദ്യ ഐറേനിയോസ് പിതാവെ, മാലാഖമാർ പോലും ഉറ്റുനോക്കുവാൻ അഭിവാഞ്ചിക്കുന്ന ആ സ്വർഗീയ അനുഭൂതിയിലേക്ക്, ആ സ്വർഗീയ ഇടത്തേക്ക്, പരിശുദ്ധമായ ബലിപീഠത്തേക്ക്, അതിവിശ്വസ്ത സ്ഥലത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയതിനാൽ വത്സല പിതാവെ ഏറെ നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പത്തനംതിട്ട രൂപതാ കുടുംബത്തെ വളർത്തി പരിപോഷിപ്പിച്ച് കുടുംബത്തിലെ ഒരു അംഗമെന്ന പോലെ, കുടുംബത്തിലെ ഗ്രഹനാഥൻ എന്ന പോലെ ഞങ്ങളെ ഏവരെയും പരിപാലിച്ച് നടത്തുന്നതിന് പിതാവേ ഏറെ നന്ദി. ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകാൻ ഭാഗ്യം ലഭിച്ചത് അഭിവന്ദ്യ മക്കാരിയോസ് പിതാവുമായിട്ടാണ്. പിതാവ് ഇല്ല, എന്നാലും ഓൺലൈനിലൂടെ പിതാവ് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പിതാവെ, പുത്തൂരിൽ നിന്ന് ഇവിടേക്ക് ഏറെ ദൂരമുണ്ട്, 13 മണിക്കൂറത്തെ യാത്ര. എന്നിട്ടും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഇവിടെ എനിക്ക് വേണ്ടി വന്ന് രാവിലെ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് എന്നെ ഈ അൾത്താരയിലേക്ക് പ്രവേശിപ്പിച്ച പിതാവെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്നാണല്ലോ. എന്നോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഇന്നിവിടെ ആയിരിക്കുന്നതിന്, എന്നെ അനുഗ്രഹിച്ചതിന്, അവിടുത്തെ സൗഹൃദത്തിന്, കരുതലിന് ഏറെ നന്ദി. അഭിവന്ദ്യ ക്രിസോസ്റ്റം പിതാവിനെ ഞാൻ ആദ്യം കാണുന്നത് മുംബൈ എയർപോർട്ടിൽ വെച്ചാണ്, 11 വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തിടപഴകുവാൻ അങ്ങനെ ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പിതാവ് എന്നോട് പറഞ്ഞത് പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്, പൗരോഹിത്യം എന്ന മഹാദാനത്തെക്കുറിച്ചാണ്, വിശുദ്ധ
നായ ഒരു വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വലിയപ്പനായ പ്രിയപ്പെട്ട ക്രിസോസ്റ്റം പിതാവേ, അങ്ങേക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനാണ്. അച്ഛനെങ്ങനെയാണ് നന്ദി പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 9 വർഷങ്ങൾക്ക് മുമ്പ് പള്ളുരുത്തിയിൽ വെച്ച് അവിടുത്തെ റെഫക്ടറിയിൽ, അന്ന് ഞാൻ സെമിനാരിയിലൊന്നും ചേർന്നിട്ടില്ല, അവിടെ ആയിരിക്കുന്ന എൻ്റെ അടുത്ത് 1.5 മണിക്കൂർ അച്ഛൻ സംസാരിച്ചു. അച്ഛന് വെന്നലയിൽ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ഒന്നിൽ 1.5 മണിക്കൂർ സംസാരിച്ചു. എന്നിട്ട് അന്ന് സംസാരിച്ച് തീരാഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വെന്നല വരെ പോയി അവിടെ ഇരുന്നു റെഫക്ടറിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് അക്കമ്പനിമെൻറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് യുവർ ഓൺ ടൈം. എനിക്ക് മാത്രമല്ല, എൻ്റെ സഭയിലെ എല്ലാവരും പറയും, ഞങ്ങൾക്ക് അച്ഛൻ്റെ സമയം, അച്ഛൻ്റെ സാന്നിധ്യം എന്നും ഒരു അനുഗ്രഹമാണ്. ഒരു പേഴ്സണൽ കെയർ, ഒരു പേഴ്സണൽ ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു. അതുപോലെ ഞങ്ങളൊക്കെ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ നടന്ന് ജെറുസലേമിലെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ വത്സല പിതാവേ ഏറെ നന്ദി. എനിക്ക് ഈ കാസക്ക് തന്നത് പിതാവാണ്. എനിക്ക് മൈനർ ഓർഡർ തന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ തന്നെയാണ്. താങ്ക്സ് ഫോർ യുവർ അക്കമ്പനിമെൻറ്റ്, ഗൈഡൻസ്, ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ആൻഡ് ഗ്രോ. പെട്ട പേരുകൾ ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയതല്ല. ഐ എം കീപ്പിംഗ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്. എൻ്റെ മുൻ പ്രൊവിൻഷ്യലായ ഫാദർ ജോയിസ് തോണിക്കുഴിയിൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛനാണ് എന്നെ സഭയിലേക്ക്, സലേഷ്യൻ സഭയിലേക്ക് സ്വീകരിച്ചത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ വെരി ഫസ്റ്റ് വേർഡ്സ് you have told me, son, you have a place in my heart. You have a place in my heart and in the congregation. And I am a Salesian, a happy Salesian, a happy Salesian priest right now. Thank you, dear Father, for all your blessings, prayers and accompaniment. Now I thank a very special person in my life, our dear novice master, Master Achan, Father Thomas Tarayil. ഇവിടെ ആദ്യം ഇരുന്ന അച്ഛനാണ്. അച്ഛന് 80 വയസ്സോളം ആകുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. സോ സന്യാസത്തിൻ്റെ സലേഷ്യാനിറ്റിയുടെ ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന, എന്നെ അഭ്യസിപ്പിച്ച, സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ച് എന്നെ കൈപിടിച്ച് വളർത്തിയ, ഇന്നും എൻ്റെ കൂടെ ഒരു നിറസാന്നിധ്യമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ, യുവർ ലൈഫ് ഈസ് ആൻ ഇൻസ്പിറേഷൻ. യു ആർ എ ഗ്രേറ്റ് മോഡൽ ടു മീ and I emulate you. Thank you, dear Father Master. അതുപോലെ തന്നെ സൺഡേ മിനിസ്ട്രിക്കായിട്ട് ഞാൻ പോയിട്ടുള്ള സൊക്കോഴ്സോ മാള, കീഴ്മാട് തിരുഹൃദയ ദേവാലയം, വടുവഞ്ചാൽ ബഡേരി മലങ്കര കത്തോലിക്ക പള്ളി എന്നിവിടങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. അവരോടുള്ള കൃതജ്ഞത ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സമ്മർ മിനിസ്ട്രി സമയത്ത് എനിക്ക് ശുശ്രൂഷിക്കുവാനിടയായ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി, മാമ്പറ്റ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ തോപ്പ് സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ എല്ലാ ദൈവജനത്തെയും ഇത്തരണത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായിട്ട് അനേകം പേരുടെ പ്രാർത്ഥനകളും തലമുറകളുടെ പ്രതീക്ഷയുമാണ്. അതുപോലെ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, ജീവിത വിശുദ്ധിയുടെയൊക്കെ ഫലമാണ് ഓരോ പുരോഹിതനും. പണ്ട് ഏതോ ഒരു പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള തഴമ്പിൻ്റെ അത്രയുമുള്ള തഴമ്പ് എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ മുട്ടിൻ്റെ, നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ച അത്രയൊന്നും തഴമ്പ് എൻ്റെ മുട്ടിലില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും എനിക്കില്ല, എനിക്ക് വേണ്ടിയാണ് നിങ്ങളിതെല്ലാം സഹിച്ചത്. തലമുറകളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഓരോ പുരോഹിതനെന്നും ഞാൻ അറിയുന്നു. എൻ്റെ പൗരോഹിത്യത്തിന് ഞാനിടുന്ന വില നിങ്ങളുടെ കണ്ണുനീരിൻ്റെ, നിങ്ങളുടെ രക്തത്തിൻ്റെ വിലയാണ്. അപ്പോൾ ഞാൻ ആ പൗരോഹിത്യത്തെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ പറ്റും. പണ്ട് ഇവിടെ ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്തിരിക്കുന്ന എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ കുറേ അമ്മച്ചിമാരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടി ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരില്ല. എന്നെ ആദ്യമായിട്ട് അച്ഛനെന്ന് വിളിച്ച, എന്നെ എപ്പോഴും അച്ചോ അച്ചോ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. ജോർജ് കുട്ടി അപ്പച്ചൻ ഇല്ല.
അങ്ങനെ പലരും, ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ ഫലമാണ് എൻ്റെ പൗരോഹിത്യമെന്ന് ഞാൻ അറിയുക. എൻ്റെ ഇടവക ജനം അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് എൻ്റെ പൗരോഹിത്യമെന്ന് ഞാൻ അറിയുക. ഈ അടുത്ത കാലത്ത് താനിശ്ശേരിയിൽ ബെന്നിച്ചാൻ്റെ അപ്പൻ ബേബിച്ചാനെ കണ്ടു, ശേഷം അച്ചൻകുഞ്ഞച്ചാനെ കണ്ടു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ ഇവിടെ സംബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി വരുമ്പോൾ ഞാൻ അവരുടെ കണ്ണിൽ കണ്ടത് ഞാൻ എങ്ങനെ ഒരു വിശുദ്ധ പുരോഹിതനാവണം, അവർ എന്നെ ഒരു പുരോഹിതനായി കാണുവാൻ എത്ര ആഗ്രഹിച്ചു എന്നതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും പേര് പറഞ്ഞ് നന്ദി പറയേണ്ടതാണ്. എൻ്റെ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് കരയാൻ കുഴപ്പമില്ല, നിങ്ങളുടെ അത്രയൊന്നും എനിക്ക് കരയാൻ പറ്റത്തില്ല ജീവിതത്തിൽ. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് എന്ന് ഞാൻ അറിയുന്നു. ഈ പട്ടത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്ന പ്രത്യേകമായി തിരഞ്ഞെടുത്ത കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകമായി തിരഞ്ഞെടുത്ത കമ്മിറ്റി, അതുപോലെ തന്നെ ഇടവക കമ്മിറ്റിക്കും നന്ദി പറയുകയാണ്. ഇടയ്ക്കൊന്ന് ഇൻ്റർഫിയർ ചെയ്തോട്ടെ, അച്ഛന് ഞാൻ നന്ദി പറഞ്ഞു. അച്ഛൻ എനിക്കൊരു മോഡലും ഇൻസ്പിറേഷനും ആയിരുന്നു. എന്നെ ബൈബിള് വായിക്കാൻ പഠിപ്പിച്ചത് സ്ലീബ അച്ഛനാണ് കുഞ്ഞുനാളിൽ. അപ്പോൾ അത് ഞാനിപ്പോഴും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ നെടുന്തൂണായ ജോണിച്ചായനോടുള്ള, ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ ഒരു കസാരയിലിരിക്കുന്നത് കാണുന്നത്. ആ സ്ഥലത്ത് കസാര ഇട്ടത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അച്ചായൻ്റെ സ്ഥലമാണ് അല്ലേ? അപ്പോൾ അച്ചായൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും, എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയത്തില്ല, ഒരുപാടുണ്ട്. പക്ഷേ ഈ ദേവാലയത്തിന് വേണ്ടി ജീവിക്കുന്ന അച്ചായനെ എത്ര നന്ദി പറഞ്ഞാലാണ് പറ്റുക. ഞാൻ അതൊക്കെ ഇങ്ങനെ ഒരു കടപ്പാടായിട്ട് വെച്ചേക്കുവാണ് പ്രിയപ്പെട്ട അച്ചായൻ. അതുപോലെ തന്നെ ദൈവം അച്ചായൻ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇനിയും ഇരുത്തട്ടെ. I have an extended family, and I have an extended family in Bengaluru. You have seen my family, okay? So I cannot but express my gratitude to each and every one of you for your friendship, camaraderie, and prayers. ഇവിടെ നിന്നും ഇവിടെ മുമ്പിലിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞ് എനിക്ക് വേണ്ടി 40 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. നോയമ്പ് നോറ്റ കുഞ്ഞുങ്ങളുണ്ട്, എന്നും എനിക്ക് വേണ്ടി ഹെയിൽ മേരി ചൊല്ലുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ വന്ന പലരും ഈ മക്കളുടെ നിർബന്ധം കൊണ്ട് വന്നതാണെന്ന് എനിക്കറിയാം, ഇല്ലേ? ഓക്കെ, സോ ഐ നോ, യാ, യു ഹാവ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. സോ I have been lucky and I feel blessed to be part of the Hindu community for the last 3 years and few months. Each of you, every one of you, I know you, every one of you personally, and I will be offering all of you your intentions tomorrow. And thanks for your presence here, and also for gifting me the beautiful kappa set which I'm going to wear tomorrow for my first Holy Eucharist. Hugs and kisses to all of you. ഹെന്നൂർ പള്ളിയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട 2 വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട കോശി കാക്കനാട്ട് കോറെപ്പിസ്കോപ്പ അച്ഛനും ഫാദർ മാത്യു കണ്ടത്തിൽ അച്ഛനും. കോശി അച്ഛൻ he wanted to come. He is not feeling that well. Koshi Achan is one of the greatest missionaries beyond doubt in the Malankara Catholic Church. അച്ഛൻ്റെ മിഷണറി സ്പിരിറ്റ് ചൈതന്യം എനിക്കും കൂടെ കുറച്ച് പകർന്നു തന്നതിന് അച്ഛന് 100,000 നന്ദി. ഐ ട്രൂലി മിസ് യു ഹിയർ, ബട്ട് യു ആർ സ്പിരിച്വലി പ്രസൻറ്റ്. താങ്ക് യു അച്ഛ. കണ്ടത്തിൽ അച്ഛനെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അച്ഛനൊരു വിശ്വ പൗരനാണ്. ഓക്കെ, ഈസ് എ ഗ്ലോബൽ സിറ്റിസൺ. You are an amazing pastor. Your pastoral zeal, Dekshnada, is extraordinary. You are a great example of pastoral prudence and resource mapping. Thank you for being a mentor to me. ഞാനിങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നാണ് മാറ്റിയത്. ഓക്കെ, സോ തിരുത്തൽ വരുത്തേണ്ടടുത്ത് തിരുത്തി. അതുകൊണ്ടാണ് ദൈവം എന്നെ ഈ നിലയിലേക്ക്, ഈ അൾത്താരയിലേക്ക് ഉയർത്തിയത് എന്ന് ഞാൻ അറിയുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയുടെ ബാല്യപാഠങ്ങൾ പകർന്നു തന്നതിന് ഒത്തിരി നന്ദി അച്ഛൻ. ഒപ്പം തന്നെ സഹവികാരിയായ വർഗീസ് പടലത്തച്ഛനെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്.
ഈ പരിശുദ്ധ ദേവാലയത്തിൽ വികാരികളായി എനിക്ക് വഴികാട്ടിയ എല്ലാ വികാരി അച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ടു നെയിം എ ഫ്യൂ: ദിവംഗതരായ ഡാനിയൽ വടക്കേക്കര കോറെപ്പിസ്കോപ്പോ അച്ഛൻ, വർഗീസ് ചീനിവിളയച്ഛൻ, തിരുവനന്തപുരത്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ജോൺ കുര്യടത്തേരിൽ അച്ഛൻ, ആൻ്റണി വയലിൻകരോട്ടച്ഛൻ, സാമുവേൽ ഇടമണ്ണിലച്ഛൻ, ജെയിംസ് ഇലനിക്കൽ അച്ഛൻ, ജോൺ ശക്കരത്തിൽ OSFS അച്ഛൻ, ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുക. ഇപ്പം ജോണിച്ചാൻ്റെ മുഖം ഒന്ന് ചുളഞ്ഞു. ഓക്കെ, ദർ ഈസ് എ പ്രിൻസ് അമംഗ് ഓൾ മൈ വികാർസ്. ഇവിടെ ഒരു രാജകുമാരനുണ്ടായിരുന്നു. മനോഹരമായ ഈ ദേവാലയം പുനർനിർമ്മിക്കുന്നതിന് ദൈവത്താൽ നിയോഗിതനായ ബഹുമാനപ്പെട്ട പ്രിൻസ് കോയിക്കൽ അച്ഛനോട് വാക്കുകളിൽ നന്ദി പറഞ്ഞ് തീർക്കാനാവില്ല. അച്ഛൻ്റെ പ്രാർത്ഥനകൾക്ക്, സ്നേഹത്തിന്, കരുതലിന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ ഇടവകയിൽ എന്നെ കുഞ്ഞുനാളിൽ തൊട്ട് കാണുന്ന സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും വന്നിട്ടുണ്ട്. മദർ പ്രൊവിൻഷ്യലും വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയ്ക്കും ഈ അമ്മമാർക്കെല്ലാം, ബദനി സന്യാസ സമൂഹത്തിൻ്റെ എല്ലാ അമ്മമാർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നീട് ഈ ഇടവകയുടെ മകളായ സ്റ്റെല്ല സിസ്റ്ററിനെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്റ്റെല്ല സിസ്റ്ററിനോടുള്ള നന്ദി എല്ലാം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഇടവകയുടെ മിഷനറിയായ, എനിക്ക് തോന്നുന്നു ഈ ഇടവകയിലെ അംഗം തന്നെയാണ്, ഈ ഇടവകയുടെ മിഷനറിയായ ബഹുമാനപ്പെട്ട ശാന്തി സിസ്റ്ററിൻ്റെ കരങ്ങൾ എത്താത്ത ഒരു കാര്യവും ഇവിടെ ഇന്ന് ഇല്ല. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് ശാന്തി എന്നാണെങ്കിലും കുറേ നാളായിട്ട് ഞാൻ കാരണം ഒരു അശാന്തിയിലായിരുന്നു. ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തയാണ് സിസ്റ്ററിനെ അലട്ടിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ അറിയുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയുടെ സ്വത്തായ സെബിൻ സിസ്റ്ററിനെയും ഈ തരുണത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഈ മനോഹരമായ അൾത്താര അലങ്കരിച്ചത് സിസ്റ്റർമാരുടെ നേതൃത്വത്തിലാണ്. സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ എനിക്കൊരു ഇളയൊരു അനിയനും കൂടെയുണ്ട്, സോജു ഷമ്മാശൻ. ഷമ്മാശന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. 3 വർഷത്തെ ഒരു കാത്തിരിപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അച്ഛന്മാരുണ്ട്, പേടിക്കണ്ട. അപ്പോൾ നല്ലൊരു തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനിയും വരാനുണ്ട് എന്ന് ഞാൻ അറിയുക. അപ്പോൾ സോജു ഷമ്മാശനോടുള്ള നന്ദി, സ്നേഹം ഞാൻ അറിയിക്കുക. സോജു ബ്രദർ ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ് കേട്ടോ. ഈ അൾത്താരയുടെ ആ ഡിസൈനൊക്കെ പുള്ളിയുടെയാണ്. ഐ മീൻ ഫ്ലവർ ഡെക്കറേഷൻ. ഓക്കെ, ഇനിയും ഞാൻ മിസ്സായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കുടുംബത്തോടൊത്തിരി പരിചയവും ബന്ധവുമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഞങ്ങളെ ഒരു വേർതിരിച്ച് കാണാറില്ല. കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ്. വർക്കി അച്ഛൻ്റെ കൂടെ ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വിക്കറ്റ് തെറിപ്പിച്ചതിൻ്റെ ഉള്ള പിണക്കം പുള്ളിയുടെ ഇതുവരെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം രേഷ്മ മാഡത്തോടും ഉള്ള സ്നേഹവും നന്ദിയും കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. വർക്കി ചേട്ടനോട് അന്വേഷണം പറയണം. ഓക്കെ, അപ്പോൾ ജോയലച്ച ഞാനെന്ത് പറയണം? പ്രായത്തിൽ അച്ഛൻ എൻ്റെ ഇളയതാണ്. എന്നെ കൊച്ചച്ഛൻ എന്ന് വിളിക്കുന്നതിൽ നല്ലത് അച്ഛനെ കൊച്ചച്ഛൻ എന്ന് വിളിക്കുന്നതാണ്. ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഞാനൊരു കാര്യങ്ങൾ ഇവിടുത്തെ അറിഞ്ഞിട്ടില്ല. എനിക്ക് യാതൊരുവിധ ടെൻഷനുകളും ഉണ്ടായിരുന്നില്ല. തീർച്ചയാണ് അച്ഛൻ പൗരോഹിത്യത്തിൽ എന്നും എനിക്ക് ഒരു മാതൃകയാണ്. അച്ഛൻ്റെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവം അച്ഛൻ്റെ കൂടെയുണ്ട്. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന സലേഷ്യൻ സഭയിൽ ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് അച്ഛനെ ഓർക്കും. അച്ഛൻ എല്ലാം ചെയ്തു. അച്ഛൻ്റെ നേതൃത്വത്തിന് കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കട്ടെ. കുർബാനയുടെ തിയോളജി ഇത്ര മനോഹരമായി എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ അത് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് അർപ്പിക്കുവാൻ പറ്റും. അപ്പോൾ അച്ഛന് അതിനും വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ പരിശീലിപ്പിച്ചതിന്, ഈ റൂബ്രിക്സൊക്കെ കറക്റ്റ് ചെയ്ത് തന്നതിന്, എൻ്റെ ഇടവകയിൽ എല്ലാ ഈ കുർബാന ചൊല്ലുന്നതിന് ചില പ്രാക്ടിക്കൽ വശങ്ങളുണ്ട്. നമ്മൾ ഈ ബുക്ക് പഠിച്ചുകൊണ്ട് മാത്രം പോയാൽ നടക്കുകയല്ല. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതിന്, ഈ ഇടവകയെ ഒരുക്കിയതിന്, ഞങ്ങളെ നയിക്കുന്നതിന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാനാവില്ല. നന്ദി അച്ഛ. ഞാൻ വിട്ടുപോയ ഒരു പേരുണ്ട്. ദിവസ വേതനക്കാരനാണ് എൻ്റെ പ്രിയപ്പെട്ട ബിനു അച്ചായൻ. ഞങ്ങളുടെ ശുശ്രൂഷകനാണ്. പക്ഷേ ഇതെല്ലാം മാറ്റി ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്ന ബിനു അച്ചായന് ഏറെ നന്ദി. അതുപോലെ MC കളായ ഫേബ, നിങ്ങളുടെ മുഖം നിങ്ങൾ കാണിച്ചായിരുന്നു.
ഓക്കെ, ഫേബായ്ക്കും സോനയ്ക്കും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഫുഡ് അറേഞ്ച് ചെയ്തത് എൻ്റെ തന്നെ അമ്മാച്ചനാണ്. അനിയ ചാച്ചനുള്ള നന്ദി പറയുകയാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അല്ലാതെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? കുടുംബത്തെ അല്ല ഉള്ളൂ. ഓക്കെ, this is for someone who are very special to me. I thank all my benefactors who supported me during various stages of my formation. To name them, Mr. Joseph Vachaparambil and family, Teresa Chandapillai and family, Baiju Chetan and Lovia Chechi, who celebrated their wedding anniversary yesterday. Today somebody is celebrating wedding anniversary and somebody is celebrating a birthday also from Hennur. And you know who is that, okay? P.T. Vincent and family, Eucharistic ministers, Oman. Thank you for your support. ഏവർക്കും എൻ്റെ പേരിലും സലേഷ്യൻ സഭയുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുകയാണ്. My priesthood, my Salesian priesthood is the fruit of your sweat, your blood and your prayers. You will be always remembered at the altar. Thank you so much. ഇനിയും ബുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇനി നന്ദി പറയാനുള്ളത് കുടുംബക്കാർക്കാണ്. ഒത്തിരി ദൂരെ നിന്ന് വന്നവരുണ്ട്. അപ്പച്ചൻ അമ്മച്ചി നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ്, ദൂരെ നിന്ന് വന്നു. അതുപോലെ വലിയ ഡാഡി, കൊച്ചു ഡാഡി, അതുപോലെ ദൂരെ നിന്ന് വന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ അമ്മച്ചിക്ക് 94 വയസ്സുണ്ട്. എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും അമ്മച്ചി, എൻ്റെ മാമദീസ തൊട്ട് ആദ്യ കുർബാന, അതിനുശേഷം എല്ലാ കാര്യങ്ങൾക്കും അമ്മച്ചി നിറ സാന്നിധ്യമാണ്. എപ്പോൾ ചെന്നാലും എനിക്ക് ഒരു ഉരുള ചോറൊക്കെ വാരിത്തരും. ഞാൻ ഇപ്പോഴും സന്തോഷത്തോടുകൂടെ ആ വീടാക്കുന്ന എൻ്റെ അമ്മച്ചിക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇനി ഞാൻ നന്ദി പറയുന്നത് എൻ്റെ അച്ഛനച്ചാച്ചന്മാർക്കാണ്. 2 പേരുണ്ട്. വലിയച്ഛനും കൊച്ചച്ഛനും വരാൻ പറ്റിയില്ല. രാവിലെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ അച്ഛനച്ചാച്ചൻ എന്ന് വിളിക്കുന്ന എൻ്റെ മൂത്ത അമ്മയുടെ മൂത്ത ആങ്ങള, അതുപോലെ അച്ഛൻകുഞ്ഞച്ചാച്ചൻ എന്ന് വിളിക്കുന്ന, ഞാനങ്ങനെ ഫോൺ വിളിക്കുന്ന ഒരാളല്ല. എനിക്ക് ഈ സാധനം ഉപയോഗിക്കാൻ അത്ര അറിഞ്ഞുകൂടാ. വീട്ടുകാരോട് ചോദിച്ചാലും പറയും 1 മിനിറ്റ് മാക്സിമം വിളിച്ചാലായി. എനിക്ക് നേരിട്ട് വർത്തമാനം പറയുന്നതാണ് എൻ്റെ ഇഷ്ടം. ഫോൺ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അവരെ ഒന്നും ഫോൺ വിളിച്ചിട്ടില്ല. പക്ഷേ മറന്നു പോയത് കൊണ്ടല്ല, സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ടാണ്. പക്ഷേ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന, എന്നെ എപ്പോഴും ഒരുക്കുന്ന, ഞാൻ സഭയിലേക്ക് ചേരാൻ കാരണം എൻ്റെ അച്ഛനച്ചാച്ചനാണ്. എന്നോട് സലേഷ്യൻ സഭയെക്കുറിച്ച് പറഞ്ഞത് അച്ഛനച്ചാച്ചനാണ്. അച്ഛനച്ചാച്ചൻ വഴിയാണ് ഞാൻ സലേഷ്യൻ സഭയിലേക്ക് എത്തിപ്പെട്ടത്. ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ മനോഹരമായ കാപ്പ, അതിനകത്തുള്ള വെള്ളക്കുപ്പായം, ഇതെല്ലാം എനിക്ക് സമ്മാനമായി അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഇത് ഞങ്ങളുടെ ചുമതലയാണ്, കടമയാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നതിന്. മാത്രമല്ല എന്നോട് സഭയിലേക്ക് ചേർന്നപ്പം പറഞ്ഞ കാര്യമുള്ളൂ, അച്ഛനത് വൗച്ച് ചെയ്യാൻ പറ്റും. ബി ഒബീഡിയൻറ്റ്. He told nothing else. Be obedient. So far, I am an obedient minister of Don Bosco and the Salesians and the whole Catholic Church. I am very happy about that advice and I keep that. അച്ഛൻകുഞ്ഞച്ചാച്ചന് വരാൻ പറ്റാത്തതിൽ അച്ചാച്ചൻ കരയുകയായിരുന്നു. I know. But I miss him. He is spiritually present with me right now. And അപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ആൻറ്റി, റൂബൻ, റേബ, അനീഷ ചാച്ചൻ, അപ്പു ചാച്ചൻ, സ്റ്റെഫി, രേഷ്മ, അവരുടെ എല്ലാം കുടുംബങ്ങൾ. Yes, I missed two of my cousins, Jomon Achan and Josie Achan, and then Vilayil Achan and Siju Achan. Thank you all for being part of this beautiful journey. Now I have to thank all my teachers. I thanked already. Then I have to thank my parents.